പ്രൈസ് ദ ലോർഡ്. ലോഗോസ് ക്വിസ് 2025 മോക്ക് ടെസ്റ്റ് പ്രോഗ്രാമിൻ്റെ 11ാമത്തെ വീഡിയോയിൽ ലൂക്കായുടെ സുവിശേഷം 17 മുതൽ 24 വരെ അധ്യായങ്ങളിലെ 3ാമത്തെ സെറ്റ് ചോദ്യോത്തരങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. പതിവിന് വിപരീതമായി വീഡിയോയിലെ ചോദ്യങ്ങളുടെ അതേ ക്രമത്തിലല്ല ഓൺലൈൻ മോക്ക് ടെസ്റ്റിലെ ചോദ്യങ്ങൾ കൊടുത്തിരിക്കുന്നത് എന്നത് ശ്രദ്ധിക്കുക. മോക്ക് ടെസ്റ്റിൻ്റെയും ചോദ്യോത്തരങ്ങളുടെയും ലിങ്കുകൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇനി ചോദ്യോത്തരങ്ങളിലേക്ക് കടക്കാം. ചോദ്യം 1. ഏത് യാത്രയിലാണ് യേശു സമരിയായ്ക്കും ഗലീലിക്കും മധ്യേ കടന്നുപോയത്? എ. ജെറുസലേമിൽ നിന്നുള്ള, ബി. ജെറുസലേമിലേക്കുള്ള, സി. ഗലീലിയിലേക്കുള്ള, ഡി. യൂദയായിലേക്കുള്ള. ഉത്തരം ബി. ജെറുസലേമിലേക്കുള്ള. ചോദ്യം 2. 10 കുഷ്ഠരോഗികൾ യേശുവിനെ കണ്ടത് എവിടെ വച്ചായിരുന്നു? എ. ഒരു ഗ്രാമത്തിൽ, ബി. ഒരു പട്ടണത്തിൽ, സി. വഴിയരികിൽ, ഡി. ജെറീക്കോയിൽ. ഉത്തരം എ. ഒരു ഗ്രാമത്തിൽ. ചോദ്യം 3. പൂരിപ്പിക്കുക. അപ്പോൾ ഡാഷ് പറഞ്ഞു, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. എ. ശിഷ്യന്മാർ യേശുവിനോട്, ബി. ശിഷ്യന്മാർ കർത്താവിനോട്, സി. അപ്പസ്തോലന്മാർ കർത്താവിനോട്, ഡി. ജനങ്ങൾ യേശുവിനോട്. ഉത്തരം സി. അപ്പസ്തോലന്മാർ കർത്താവിനോട്. ചോദ്യം 4. നന്ദി പറയാൻ തിരിച്ചു വന്ന കുഷ്ഠരോഗി യേശുവിനെ കണ്ടപ്പോൾ എന്തു ചെയ്തു? എ. ഉച്ചത്തിൽ സ്തുതിച്ചു, ബി. ഉച്ചത്തിൽ നന്ദി പറഞ്ഞു, സി. സാഷ്ടാംഗം പ്രണമിച്ചു, ഡി. ഉച്ചത്തിൽ കരഞ്ഞു. ഉത്തരം സി. സാഷ്ടാംഗം പ്രണമിച്ചു. ചോദ്യം 5. ദൈവരാജ്യം എപ്പോഴാണ് വരുന്നതെന്ന് യേശുവിനോട് ചോദിച്ചത് ആരാണ്? എ. നിയമജ്ഞർ, ബി. ഫരിസേയർ, സി. സദുക്കായർ, ഡി. ശിഷ്യന്മാർ. ഉത്തരം ബി. ഫരിസേയർ. ചോദ്യം 6. ഫരിസേയനും ചുങ്കക്കാരനും ഉപമയിൽ ഫരിസേയൻ നിന്നുകൊണ്ട് പ്രാർത്ഥിച്ചപ്പോൾ ചുങ്കക്കാരൻ എപ്രകാരമാണ് പ്രാർത്ഥിച്ചത്? എ. കരങ്ങൾ ഉയർത്തി, ബി. കുമ്പിട്ട്, സി. മാറത്തടിച്ചുകൊണ്ട്, ഡി. മുട്ടുകുത്തി. ഉത്തരം സി. മാറത്തടിച്ചുകൊണ്ട്. ചോദ്യം 7. കൈകൾ വച്ച് അനുഗ്രഹിക്കേണ്ടതിന് ശിശുക്കളെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നവരോട് ശിഷ്യന്മാർ എപ്രകാരമാണ് പ്രതികരിച്ചത്? എ. ശകാരിച്ചുകൊണ്ട്, ബി. സ്നേഹത്തോടെ, സി. കരുണയോടെ, ഡി. വാത്സല്യത്തോടെ. ഉത്തരം എ. ശകാരിച്ചുകൊണ്ട്. ചോദ്യം 8. പൂരിപ്പിക്കുക. അവൻ ഒരു ഗ്രാമത്തിൽ പ്രവേശിച്ചപ്പോൾ ഡാഷ് 10 കുഷ്ഠരോഗികൾ അവനെ കണ്ടു. എ. അവിടെ കാത്തുനിന്ന, ബി. നടന്നു നീങ്ങുന്ന, സി. പ്രതീക്ഷിച്ചിരുന്ന, ഡി. അകലെ നിന്നിരുന്ന. ഉത്തരം ഡി. അകലെ നിന്നിരുന്ന. ചോദ്യം 9. അധ്യായവും വാക്യവും ഏത്? സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ശിശുവിനെ പോലെ ദൈവരാജ്യം സ്വീകരിക്കാത്ത ആരും അതിൽ പ്രവേശിക്കുകയില്ല. എ. ലൂക്ക 17:17, ബി. ലൂക്ക 18:17, സി. ലൂക്ക 18:16, ഡി. ലൂക്ക 18:18. ഉത്തരം ബി. ലൂക്ക 18:17. ചോദ്യം 10. പൂരിപ്പിക്കുക. ഒരു ഡാഷ് അവനോട് ചോദിച്ചു, ഡാഷ് നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്തു ചെയ്യണം? എ. ഫരിസേയൻ, ഗുരോ, ബി. അധികാരി, കർത്താവെ, സി. ഫരിസേയൻ, നല്ലവനായ ഗുരോ, ഡി. അധികാരി, നല്ലവനായ ഗുരോ. ഉത്തരം ഡി. അധികാരി, നല്ലവനായ ഗുരോ. ചോദ്യം 11. നിത്യജീവൻ അവകാശമാക്കാൻ എന്ത് ചെയ്യണം എന്ന് ചോദിച്ച അധികാരിയോട് എത്ര പ്രമാണങ്ങളെക്കുറിച്ചാണ് യേശു പറയുന്നത്? എ. 4, ബി. 5, സി. 6, ഡി. 7. ഉത്തരം ബി. 5. ചോദ്യം 12. യേശു ആരെ നോക്കിക്കൊണ്ടാണ് പറഞ്ഞത്, സമ്പത്തുള്ളവൻ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നത് എത്ര ദുഷ്കരം എന്ന്? എ. യുവാവിനെ, ബി. ഫരിസേയനെ, സി. അധികാരിയെ, ഡി. ജനങ്ങളെ. ഉത്തരം സി. അധികാരിയെ. ചോദ്യം 13. ദാവീദിൻ്റെ പുത്ര എന്നിൽ കനിയണമേ എന്ന അന്ധയാചകൻ്റെ നിലവിളി കേട്ടപ്പോൾ യേശു ആദ്യം ചെയ്തത് എന്താണ്? എ. ആരാണ് അത് എന്നന്വേഷിച്ചു, ബി. അന്ധന് കാഴ്ച നൽകി, സി. യേശു അടുത്തേക്ക് ചെന്നു, ഡി. യേശു അവിടെ നിന്നു. ഉത്തരം ഡി. യേശു അവിടെ നിന്നു. ചോദ്യം 14. അന്ധയാചകൻ്റെ ചോദ്യത്തിന് മറുപടിയായി അതുവഴി കടന്നു പോകുന്നത് ആരെന്നാണ് ജനക്കൂട്ടത്തിലുണ്ടായിരുന്നവർ മറുപടി പറഞ്ഞത്? എ. ഒരു പ്രവാചകൻ, ബി. നസറായനായ യേശു, സി. മിശിഹ, ഡി. നസറായനായ ഈശോ. ഉത്തരം ബി. നസറായനായ യേശു. ചോദ്യം 15. പൂരിപ്പിക്കുക.
യേശു അവനോട് പറഞ്ഞു, ഇന്ന് ഈ ഭവനത്തിന് ഡാഷ് ഇവനും അബ്രാഹത്തിൻ്റെ പുത്രനാണ്. എ, രക്ഷ കൈവന്നിരിക്കുന്നു. ബി, രക്ഷ പ്രാപിച്ചിരിക്കുന്നു. സി, സമാധാനം ലഭിച്ചിരിക്കുന്നു. ഡി, രക്ഷ ലഭിച്ചിരിക്കുന്നു. ഉത്തരം ഡി, രക്ഷ ലഭിച്ചിരിക്കുന്നു. ചോദ്യം 16. 10 നാണയത്തിൻ്റെ ഉപമയിൽ പ്രഭു എത്ര പേർക്കാണ് നാണയം കൊടുത്തത്? എ 3, ബി 4, സി 5, ഡി 10. ഉത്തരം ഡി 10. ചോദ്യം 17. ലൂക്ക 19:47 പറയുന്ന യേശുവിനെ നശിപ്പിക്കാൻ മാർഗം അന്വേഷിച്ചുകൊണ്ടിരുന്നവരുടെ കൂട്ടത്തിൽ പെടാത്ത ഒരു വിഭാഗം ഏത്? എ, പുരോഹിത പ്രമുഖന്മാർ. ബി, നിയമജ്ഞർ. സി, സദുക്കായർ. ഡി, ജനപ്രമാണികൾ. ഉത്തരം സി, സദുക്കായർ. ചോദ്യം 18. മുന്തിരിത്തോട്ടവും കൃഷിക്കാരും ഉപമയിലെ തോട്ടമുടമ എന്തിനാണ് വൃത്തിനെ കൃഷിക്കാരുടെ അടുത്തേക്ക് അയച്ചത്? എ, മുന്തിരിപ്പഴം ശേഖരിക്കാൻ. ബി, ഓഹരി ലഭിക്കേണ്ടതിന്. സി, ക്ഷേമം അന്വേഷിക്കാൻ. ഡി, കൂലി കൊടുക്കാൻ. ഉത്തരം ബി, ഓഹരി ലഭിക്കേണ്ടതിന്. ചോദ്യം 19. തങ്ങൾക്കെതിരായിട്ടാണ് മുന്തിരിത്തോട്ടവും കൃഷിക്കാരും ഉപമ പറഞ്ഞതെന്ന് മനസ്സിലാക്കിയത് ആരൊക്കെ? എ, നിയമജ്ഞരും പ്രധാന പുരോഹിതന്മാരും. ബി, നിയമജ്ഞരും ഫരിസേയരും. സി, ഫരിസേയരും പ്രധാന പുരോഹിതന്മാരും. ഡി, നിയമജ്ഞരും ജനപ്രമാണികളും. ഉത്തരം എ, നിയമജ്ഞരും പ്രധാന പുരോഹിതന്മാരും. ചോദ്യം 20. ദരിദ്രയായ വിധവ ദേവാലയ ഭണ്ഡാരത്തിൽ നേർച്ചയിട്ടത് എന്ത്? എ, 2 ചെമ്പ് നാണയങ്ങൾ. ബി, 2 നാണയങ്ങൾ. സി, 2 ദനാറ. ഡി, 2 ചെമ്പ് തുട്ടുകൾ. ഉത്തരം ഡി, 2 ചെമ്പ് തുട്ടുകൾ. ചോദ്യം 21. അധ്യായവും വാക്യവും ഏത്? അപ്രകാരം തന്നെ അത്താഴത്തിന് ശേഷം അവൻ പാനപാത്രം എടുത്തുകൊണ്ട് അരുളി ചെയ്തു, ഈ പാനപാത്രം നിങ്ങൾക്ക് വേണ്ടി ചിന്തപ്പെടുന്ന എൻ്റെ രക്തത്തിലുള്ള പുതിയ ഉടമ്പടിയാണ്. എ, ലൂക്ക 22:20. ബി, ലൂക്ക 22:19. സി, ലൂക്ക 22:21. ഡി, ലൂക്ക 21:20. ഉത്തരം എ, ലൂക്ക 22:20. ചോദ്യം 22. വിജാതിയരുടെ മേൽ അവരുടെ രാജാക്കന്മാർ എന്താണ് അടിച്ചേൽപ്പിക്കുന്നത്? എ, അധികാരം. ബി, കൽപ്പനകൾ. സി, നിയമങ്ങൾ. ഡി, ആധിപത്യം. ഉത്തരം ഡി, ആധിപത്യം. ചോദ്യം 23. അധികാരമുള്ളവർ എപ്രകാരമായിരിക്കണം എന്നാണ് യേശു പഠിപ്പിക്കുന്നത്? എ, പരിചാരകരെ പോലെ. ബി, ഹൃദയശുദ്ധിയുള്ളവർ. സി, വിശാല ഹൃദയർ. ഡി, ശുശ്രൂഷകരെ പോലെ. ഉത്തരം ഡി, ശുശ്രൂഷകരെ പോലെ. ചോദ്യം 24. ഞാൻ നിങ്ങളെ ഡാഷ് ഇല്ലാതെ അയച്ചപ്പോൾ നിങ്ങൾക്ക് എന്തിനെങ്കിലും കുറവുണ്ടായോ? ഇവിടെ യേശു പറയാത്ത ഒന്ന് ഏത്? എ, വടിയോ. ബി, ചെരിപ്പോ. സി, മടിശീലയോ. ഡി, ഭാണ്ഡമോ. ഉത്തരം എ, വടിയോ. ചോദ്യം 25. ലൂക്ക 22:70 പ്രകാരം ന്യായാധിപ സംഘത്തിൻ്റെ മുമ്പാകെ വിചാരണ ചെയ്യപ്പെടുന്ന വേളയിൽ അങ്ങനെയെങ്കിൽ നീ ദൈവപുത്രനാണോ എന്ന് യേശുവിനോട് ചോദിച്ചത് ആരാണ്? എ, പ്രധാന പുരോഹിതൻ. ബി, പീലാത്തോസ്. സി, പ്രധാന ആചാര്യൻ. ഡി, അവരെല്ലാവരും കൂടെ. ഉത്തരം ഡി, അവരെല്ലാവരും കൂടെ. ചോദ്യം 26. ലൂക്ക അധ്യായം 23 പ്രകാരം പീലാത്തോസിൻ്റെ ആദ്യ ചോദ്യമെന്ത്? എ, നീ രാജാവാണോ. ബി, നീ യഹൂദരുടെ രാജാവാണോ. സി, ഈ മനുഷ്യൻ ഗലീലിയക്കാരനാണോ. ഡി, എന്തു കുറ്റമാണ് ഇവൻ ചെയ്തത്? ഉത്തരം ബി, നീ യഹൂദരുടെ രാജാവാണോ. ചോദ്യം 27. ലൂക്ക അധ്യായം 23 പ്രകാരം ഹെരോദേസ് യേശുവിനോട് ചോദിച്ച ആദ്യ ചോദ്യമെന്ത്? എ, അപ്പോൾ നീ രാജാവ് ആണ് അല്ലേ. ബി, നീ എന്നോട് ഒന്നും സംസാരിക്കില്ലേ. സി, നീ പ്രവാചകനായ ക്രിസ്തുവാണോ. ഡി, പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല. ഉത്തരം ഡി, പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല. ചോദ്യം 28. എവിടെ നടന്ന കലാപത്തിനും കൊലപാതകത്തിനും ആണ് ബറാബാസ് കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെട്ടത്? എ, ജെറുസലേമിൽ. ബി, ആ ദേശത്ത്. സി, പട്ടണത്തിൽ. ഡി, ജനങ്ങൾക്കിടയിൽ. ഉത്തരം സി, പട്ടണത്തിൽ. ചോദ്യം 29. യേശുവിനോടൊപ്പം വന്നിരുന്ന സ്ത്രീകൾ അവനോടൊപ്പം പോയി കല്ലറ കണ്ടു.
അവൻ്റെ ശരീരം എങ്ങനെ സംസ്കരിച്ചു എന്നും കണ്ടു. ഈ സ്ത്രീകൾ എവിടെ നിന്നു വന്നവർ ആയിരുന്നു? എ. ഗലീലിയിൽ നിന്ന്, ബി. ജെറുസലേമിൽ നിന്ന്, സി. ആ പ്രദേശത്തുണ്ടായിരുന്നവർ, ഡി. ബെഥാനിയയിൽ നിന്ന്. ഉത്തരം എ. ഗലീലിയിൽ നിന്ന്. ചോദ്യം 30. സുഗന്ധദ്രവ്യങ്ങളുമായി ആഴ്ചയുടെ ആദ്യ ദിവസം അതിരാവിലെ യേശുവിൻ്റെ കല്ലറയിൽ എത്തിയവർ തിളങ്ങുന്ന വസ്ത്രധാരികളെ കണ്ടപ്പോൾ എന്തു ചെയ്തു? എ. ഭയപ്പെട്ട് മുഖം കുനിച്ചു, ബി. കുമ്പിട്ട് ആരാധിച്ചു, സി. മുട്ടുകുത്തി, ഡി. ഭയപ്പെട്ട് പിന്തിരിഞ്ഞു. ഉത്തരം എ. ഭയപ്പെട്ട് മുഖം കുനിച്ചു. ചോദ്യം 31. എമ്മാവുസിലേക്ക് പോയ ശിഷ്യന്മാർ നടന്ന സംഭവങ്ങൾ വിവരിച്ചു കഴിഞ്ഞപ്പോൾ യേശു അവരെ അഭിസംബോധന ചെയ്തത് എപ്രകാരമാണ്? എ. കുഞ്ഞുങ്ങളെ, ബി. വിശ്വാസമില്ലാത്തവരെ, സി. ഭോഷന്മാരെ, ഡി. മക്കളെ. ഉത്തരം സി. ഭോഷന്മാരെ. ചോദ്യം 32. ലൂക്ക 24:34 പ്രകാരം പൂരിപ്പിക്കുക. കർത്താവ് സത്യമായും ഉയർത്തെഴുന്നേറ്റു, ഡാഷ് പ്രത്യക്ഷപ്പെട്ടു എന്ന് അവർ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. എ. പത്രോസിന്, ബി. ശിമയോന്, സി. സ്ത്രീകൾക്ക്, ഡി. ഞങ്ങൾക്ക്. ബി. ശിമയോന്. ചോദ്യം 33. അവർ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ യേശു അവരുടെ മധ്യേ പ്രത്യക്ഷനായി അവരോട് അരുളി ചെയ്തു, നിങ്ങൾക്ക് സമാധാനം. ഇത് കേട്ട ശിഷ്യന്മാരുടെ പെട്ടെന്നുള്ള പ്രതികരണം എപ്രകാരമായിരുന്നു? എ. അവർ കുമ്പിട്ട് ആരാധിച്ചു, ബി. സന്തോഷത്താൽ നിറഞ്ഞു, സി. അവർ നിശബ്ദരായിരുന്നു, ഡി. അവർ ഭയന്നു വിറച്ചു. ഉത്തരം ഡി. അവർ ഭയന്നു വിറച്ചു. ചോദ്യം 34. ലൂക്ക 24:44 പ്രകാരം യേശു പ്രതിപാദിക്കാത്ത പുസ്തകം ഏത്? എ. മോശയുടെ നിയമം, ബി. നിയമാവർത്തനം, സി. പ്രവാചകന്മാർ, ഡി. സങ്കീർത്തനങ്ങൾ. ഉത്തരം ബി. നിയമാവർത്തനം. ചോദ്യം 35. പാപമോചനത്തിലുള്ള അനുതാപം എവിടെ നിന്നാണ് ആരംഭിക്കേണ്ടത് എന്നാണ് യേശു പറയുന്നത്? എ. നിങ്ങളിൽ, ബി. ഹൃദയത്തിൽ, സി. ജെറുസലേമിൽ, ഡി. എന്നിൽ നിന്ന്. ഉത്തരം സി. ജെറുസലേമിൽ. ചോദ്യം 36. സ്വർഗാരോഹണത്തിന് മുന്നോടിയായി യേശു ശിഷ്യന്മാരെ എവിടേക്കാണ് കൂട്ടിക്കൊണ്ടുപോയത്? എ. ബെത്ഫഗെ, ബി. ജെറുസലേം, സി. ബഥാനിയ, ഡി. യൂദയ. ഉത്തരം സി. ബഥാനിയ. ചോദ്യം 37. അധ്യായവും വാക്യവും ഏത്? അവൻ അവരോട് പറഞ്ഞു, എങ്കിൽ സീസറിനുള്ളത് സീസറിനും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുക്കുവിൻ. എ. ലൂക്ക 20:25, ബി. ലൂക്ക 20:20, സി. ലൂക്ക 20:24, ഡി. ലൂക്ക 20:15. ഉത്തരം എ. ലൂക്ക 20:25. ചോദ്യം 38. യേശുവിനെ വിട്ടയക്കുന്നതിനെപ്പറ്റി പീലാത്തോസ് എത്ര തവണ ജനക്കൂട്ടത്തോട് സംസാരിച്ചു? എ. 1, ബി. 2, സി. 3, ഡി. 4. ഉത്തരം സി. 3. ചോദ്യം 39. പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് മൂലക്കല്ലായിത്തീർന്നു. ഇപ്രകാരം എഴുതപ്പെട്ടിരിക്കുന്ന പഴയ നിയമ പുസ്തകമേത്? എ. സങ്കീർത്തനങ്ങൾ, ബി. നിയമാവർത്തനം, സി. സഭാപ്രസംഗകൻ, ഡി. ഏശയ്യ. ഉത്തരം എ. സങ്കീർത്തനങ്ങൾ 118 അധ്യായം 22-23 വാക്യങ്ങൾ. ചോദ്യം 40. സക്കേബൂസിനെ ആരുടെ പുത്രൻ എന്നാണ് യേശു വിശേഷിപ്പിക്കുന്നത്? എ. ദൈവത്തിൻ്റെ, ബി. ദാവീദിൻ്റെ, സി. അബ്രാഹത്തിൻ്റെ, ഡി. മോശയുടെ. ഉത്തരം സി. അബ്രാഹത്തിൻ്റെ. ചോദ്യം 41. വഞ്ചിച്ചെടുത്തിട്ടുള്ള സ്വത്തിന് സക്കേബൂസ് എങ്ങനെ പരിഹാരം ചെയ്യുമെന്നാണ് യേശുവിനോട് പറഞ്ഞത്? എ. മുഴുവനും തിരിച്ചു കൊടുത്തുകൊണ്ട്, ബി. പകുതി തിരിച്ചു കൊടുത്തുകൊണ്ട്, സി. ഇരട്ടിയായി തിരിച്ചു കൊടുത്തുകൊണ്ട്, ഡി. 4 ഇരട്ടിയായി തിരിച്ചു കൊടുത്തുകൊണ്ട്. ഉത്തരം ഡി. 4 ഇരട്ടിയായി തിരിച്ചു കൊടുത്തുകൊണ്ട്. ചോദ്യം 42. ഇവൻ പാപിയുടെ വീട്ടിൽ അതിഥിയായി താമസിക്കുന്നല്ലോ. ആരെപ്പറ്റി പറഞ്ഞു? എ. യഹൂദർ യേശുവിനെപ്പറ്റി, ബി. ജനങ്ങൾ യേശുവിനെപ്പറ്റി, സി. ഫരിസേയർ യേശുവിനെപ്പറ്റി, ഡി. നിയമജ്ഞർ യേശുവിനെപ്പറ്റി. ഉത്തരം എ. യഹൂദർ യേശുവിനെപ്പറ്റി. ചോദ്യം 43. സക്കേബൂസ് എന്ന പേരിന് അർത്ഥമെന്ത്? എ. മഹത്വമുള്ളവൻ, ബി. കരുണാമയൻ, സി. പ്രകാശിക്കുന്നവൻ, ഡി. നീതിമാൻ. ഉത്തരം ഡി. നീതിമാൻ.
ചോദ്യം 44. ശിശുവിനെ പോലെ എന്ത് ചെയ്യാത്തവരാണ് അതിൽ പ്രവേശിക്കുകയില്ല എന്ന് യേശു പറഞ്ഞത്? എ. ചെറുതാകാത്ത, ബി. നിഷ്കളങ്കരാകാത്ത, സി. ദൈവരാജ്യം സ്വീകരിക്കാത്ത, ഡി. സ്വർഗരാജ്യം സ്വീകരിക്കാത്ത. ഉത്തരം സി. ദൈവരാജ്യം സ്വീകരിക്കാത്ത. ചോദ്യം 45. നല്ലവനായ ഗുരു, നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്തു ചെയ്യണം? ആരാണ് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ ഈ ചോദ്യം ചോദിക്കുന്നത്? എ. ഒരു ധനികനായ യുവാവ്, ബി. ഒരു ധനികനായ അധികാരി, സി. ഒരു നിയമജ്ഞൻ, ഡി. ഒരു ഫരിസേയൻ. ഉത്തരം ബി. ഒരു ധനികനായ അധികാരി. ചോദ്യം 46. യേശുവിനെ കാണാൻ വേണ്ടി സക്കേവൂസ് കയറിയിരുന്ന മരത്തിൻ്റെ പേരെന്ത്? എ. സിക്കമിൻ, ബി. ഒലിവ്, സി. സിക്കമൂർ, ഡി. അത്തിമരം. ഉത്തരം സി. സിക്കമൂർ. ചോദ്യം 47. ജെറൂസലേമിൽ പ്രവേശിക്കുന്നതിന് തൊട്ടു മുമ്പായി യേശു വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ അരുളി ചെയ്ത ഉപമയേത്? എ. ന്യായാധിപനും വിധവയും, ബി. മുന്തിരിത്തോട്ടവും കൃഷിക്കാരും, സി. മുന്തിരിച്ചെടിയും ശാഖകളും, ഡി. 10 നാണയത്തിൻ്റെ ഉപമ. ഉത്തരം ഡി. 10 നാണയത്തിൻ്റെ ഉപമ. ചോദ്യം 48. ഒരാളുടെ വിവാഹിതനായ സഹോദരൻ സന്താനമില്ലാതെ മരിച്ചാൽ അവൻ ആ സഹോദരൻ്റെ വിധവയെ സ്വീകരിച്ച് അവന് വേണ്ടി സന്താനത്തെ ഉൽപ്പാദിപ്പിക്കണമെന്ന് കൽപ്പിച്ചിട്ടുള്ളത് ആര്? എ. ദൈവം, ബി. കർത്താവ്, സി. മോശ, ഡി. അബ്രാഹം. ഉത്തരം സി. മോശ. ചോദ്യം 49. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ യേശുവിനെ ഒറ്റിക്കൊടുക്കുന്നതിന് പ്രതിഫലമായി യഹൂദ നേതാക്കന്മാർ യൂദാസിന് വാഗ്ദാനം ചെയ്തതെന്ത്? എ. 30 വെള്ളിക്കാശ്, ബി. 30 വെള്ളി നാണയങ്ങൾ, സി. 30 ദെനാറ, ഡി. പണം. ഉത്തരം ഡി. പണം. ഈ സെറ്റിലെ അവസാന ചോദ്യം, ചോദ്യം 50. യേശു ശിഷ്യന്മാരെ എന്തു ചെയ്തുകൊണ്ടിരിക്കെയാണ് സ്വർഗാരോഹണം ചെയ്തത്? എ. ആശീർവദിച്ചു കൊണ്ടിരിക്കെ, ബി. പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കെ, സി. സംസാരിച്ചു കൊണ്ടിരിക്കെ, ഡി. അനുഗ്രഹിച്ചു കൊണ്ടിരിക്കെ. ഉത്തരം ഡി. അനുഗ്രഹിച്ചു കൊണ്ടിരിക്കെ. തുടർന്ന് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്ത് മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്ത് കിട്ടിയ മാർക്ക് വെച്ച് ഒരു സ്വയം വിലയിരുത്തൽ നടത്താവുന്നതാണ്. വീഡിയോയിലെ ചോദ്യങ്ങളുടെ അതേ ക്രമത്തിലല്ല ഓൺലൈൻ മോക്ക് ടെസ്റ്റിലെ ചോദ്യങ്ങൾ കൊടുത്തിരിക്കുന്നത് എന്നത് ശ്രദ്ധിക്കുക. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.